CPM പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി PB അംഗം വൃന്ദ കാരാട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ പാർട്ടി തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ല. പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായി മാത്രമാണ് തന്നെ പരിഗണിച്ചതെന്നും വൃന്ദ കാരാട്ട് വിമർശിച്ചു. ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന ഓർമ്മക്കുറിപ്പിലാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? 1975 മുതൽ വൃന്ദ കാരാട്ടിന് 85 വയസ്സാകുന്നത് വരെയുള്ള ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ആ പുസ്തകം ഇതുവരെയായിട്ടും പുറത്ത് ഇറക്കിയിട്ടില്ല. അതിൻ്റെ അച്ചടിയും മറ്റും നടക്കുകയാണ്. ആ പുസ്തകം അതിൽ ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്നുള്ളതാണ് ആ പുസ്തകം. ആ പുസ്തകത്തിലാണ് ഇത്തരത്തിൽ കടുത്ത വിമർശനം അല്ലെങ്കിൽ തനിക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം ഓരോന്നും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് തുറന്നു പറയുന്നത്. വൃന്ദ കാരാട്ടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ വനിതാ PB അംഗം എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മാത്രമല്ല പാർട്ടിയുടെ മേൽഘടകത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട വനിതാ നേതാവാണ് വൃന്ദ കാരാട്ട്. ആ വൃന്ദ കാരാട്ടാണ് ഇത്തരത്തിൽ പാർട്ടിയിൽ തനിക്ക് നേരിടേണ്ടി വന്ന വിഷമങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ദേശീയ തലത്തിൽ തൻ്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാതെ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ എന്ന നിലയിൽ മാത്രം തന്നെ ചുരുക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യമാണ് പ്രധാനമായും അവർ ഇവിടെ സൂചിപ്പിക്കുന്നത്. 1985 ഇടയിൽ അല്ലെങ്കിൽ 85 ആ ഒരു കാലഘട്ടത്തിൽ പ്രകാശ് കാരാട്ട് ഡൽഹി ഘടകം സെക്രട്ടറി ആയിരുന്നു CPMൻ്റെ. ആ സമയത്ത് തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നും ദേശീയ തലത്തിലേക്ക് തങ്ങൾ ഉയർത്തപ്പെട്ടു. രണ്ട് നേതാക്കളും ട്രേഡ് യൂണിയൻ പ്രവർത്തനവും അതേപോലെ തന്നെ മറ്റ് പാർട്ടിയുടെ മറ്റ് സംഘടനകളുടെ ചുമതലകളും മറ്റും ഏറ്റെടുത്തുകൊണ്ട് ദേശീയ തലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള ആത്മപരിശോധനയുമായി രംഗത്തെത്താനുള്ള പ്രധാന കാരണം വൃന്ദ കാരാട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വൃന്ദ 1975 മുതൽ 85 വയസ്സ് വരെയുള്ള തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു. ആ പുസ്തകത്തിലാണ് ഇത്തരത്തിൽ ഒരു വിമർശനം പാർട്ടിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ബീങ് എ വുമൺ ഇൻ ദ പാർട്ടി എന്നുള്ള ചാപ്റ്ററിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം CPM നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ചർച്ചയാകാനിടയുണ്ട്. കാര്യം ഇപ്പോൾ പൊതു മാർക്കറ്റുകളിൽ ഈ ഒരു പുസ്തകം ലഭ്യമല്ല. അതിനാൽ തന്നെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിനപ്പുറം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉടലെടുക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത്രമാത്രം വിമർശനമാണ് വൃന്ദ കാരാട്ട് ഈ പുസ്തകത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേശീയ തലത്തിലും അതേപോലെ തന്നെ മറ്റ് സംഘടനാ തലത്തിലൊക്കെ പ്രവർത്തിക്കാൻ പോകുമ്പോൾ തന്നെ പല ഘട്ടങ്ങളിലും ഒഴിവാക്കപ്പെട്ട സാഹചര്യം, അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട സാഹചര്യമാണ് ഇതിലൂടെ വൃന്ദ കാരാട്ട് വ്യക്തമാക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ്, അതേപോലെ തന്നെ ഒരു സ്ത്രീ, ഒരു മുഴുവൻ സമയ പാർട്ടി പരിഗണിച്ചില്ലെന്ന ആക്ഷേപവുമായി CPM നേതൃത്വത്തിനെതിരെ ഇപ്പോൾ PB അംഗം വൃന്ദ കാരാട്ട് രംഗത്തെത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് നൽകിയത്.